ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് എല്ലാവരും വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് എന്താ പറയുക, വയനാട്ടിൽ നിന്ന് കൊണ്ടോട്ടി പോകുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ചുരത്തിനെ പറ്റി കുറച്ച് വീഡിയോ ചെയ്യാം. ചുരം ഇറങ്ങുന്ന വീഡിയോ നമുക്ക് എടുക്കാമല്ലോ, അത് വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. ചുരം ആരും കാണാത്തല്ലാന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നു ചുരത്തിൽ കൂടെ പോണ യാത്രയില്ല, അപ്പോൾ അതൊന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മൾ ചുരത്തിൽ കൂടെ പോവുകയാണ്. ഈ ചുരത്തിൽ കൂടെ പോകുമ്പോൾ ഭയങ്കര ഫീലാണില്ലേ, നമുക്ക് എന്താ പറയുക, ഒരു പാട്ടൊക്കെ കേട്ട് പോകാൻ വേണ്ടിയിട്ട് നല്ല രസമാണല്ലേ. യാത്ര ചെയ്യുമ്പോൾ പാട്ട് കേട്ട് പോകുമ്പോൾ ഭയങ്കര ഫീലാണ് കേട്ടോ. നമുക്ക് അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകാൻ പറ്റും. പിന്നെ ചുരത്തിൻ്റെ ഈ മോൾ വശത്ത് നമുക്ക് വണ്ടി നിർത്തിയിട്ട് നമുക്ക് താഴെ വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. അതുപോലെ ഞങ്ങളിപ്പോൾ അവിടെ വണ്ടി നിർത്തി വെച്ചപ്പോൾ അവിടെ മൊത്തം തിരക്കാണ്, വണ്ടി നിർത്തിയിട്ടുണ്ട്. പിന്നെ ആൾക്കാർ കുറേ ഉള്ളതുകൊണ്ട് നമുക്ക് താഴെ കുറച്ച് എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നിർത്താമെന്ന് പറഞ്ഞു. കാരണം നമ്മൾ ചുരത്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് വണ്ടിയൊക്കെ നിർത്തി അവിടെ ഒന്ന് ഇറങ്ങി റിലാക്സ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് അതുപോലെ ആ മഞ്ഞുംകോടൊക്കെ ഒന്ന് കണ്ടു പോകാൻ പ്രത്യേക ഫീലാണ് അല്ലേ. അപ്പോൾ ഞങ്ങൾ നല്ലൊരു പറ്റിയ സ്ഥലം കണ്ടു. അങ്ങനെ ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ കുറച്ച് നേരം ഇരിക്കാമല്ലോ, മഴയൊന്നും ഇപ്പോൾ പെയ്യില്ലാന്ന് തോന്നുന്നുണ്ട്, അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഒക്കെ പോകാമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ മുകളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ നമ്മൾ ആ അടിവാരത്തുള്ള പള്ളി കാണുന്നുണ്ട് കേട്ടോ. കാരണം ആ പള്ളി ഭയങ്കര ഹൈലൈറ്റ് ആണ് കേട്ടോ, എടുത്ത് കാണിക്കും. പക്ഷേ ഈ ക്യാമറയിൽ കാണുന്നുണ്ടോ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് നല്ലോണം കാണുന്നുണ്ട്, അത് ഞാൻ പറ്റിയ പോലെയൊക്കെ വീഡിയോയിൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് കാണാം കേട്ടോ. ആ പള്ളി എന്ത് രസമല്ലേ കാണാൻ, ഒരു താജ്മഹലൊക്കെ പോലെ അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പള്ളി കാണാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം തന്നെ എടുത്ത് കാണിക്കുകയും ചെയ്യും കേട്ടോ ചുരം ഇറങ്ങുമ്പോൾ. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ കാറ്റൊക്കെ കൊള്ളാമല്ലോ. അതുപോലെ അല്ലുട്ടിയും തങ്കുട്ടനൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ്, കുഞ്ഞേച്ചിയൊക്കെ. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ മൊത്തത്തിലൊന്ന് നിരീക്ഷിക്കുകയാണ്. എനിക്കിങ്ങനെ നിന്ന് നോക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമുക്ക് കൂട്ടായിട്ട് ഇവിടെ വേറെ ഒരുത്തം വന്നു കേട്ടോ. ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, കുറേ കാണലുണ്ട്, പക്ഷേ ഇവൻ മാത്രമേ വന്നുള്ളൂ. ഇവൻ എന്തോ വണ്ടിയിൽ ഞങ്ങൾ ചക്കയൊക്കെ കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ചക്കേൻ്റെ മണം കൊണ്ടാന്ന് തോന്നുന്നു ഞങ്ങളെ വണ്ടീൻ്റെ അടുത്ത് തന്നെ നിൽക്കുക, അവിടെ നിന്ന് പോകുന്നില്ല കേട്ടോ അവൻ എവിടേക്കും. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവന് വീഡിയോ എടുത്തു. അവനെന്നെ കടിക്കാനാണോ അടിക്കാനാണോ ഒക്കെ വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പം പെട്ടു എന്ന് പറഞ്ഞാൽ പെട്ടു. കാരണം ബ്ലോക്കായി. കാരണം ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ അത്രയും നേരം ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് അവിടെയുള്ള വണ്ടിയിലുള്ള 2-3 ചേട്ടന്മാർ പറഞ്ഞു ബ്ലോക്കാണ്, ഒരു രക്ഷയില്ല. കാരണം ഇവിടെ നിൽക്കുകയാണെങ്കിൽ കുറച്ച് നേരം ബ്ലോക്കാണ്, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ എന്താക്കി, അവിടെ നിന്ന് നേരെ താഴേക്ക് ഞാൻ കുറേ കാണിച്ചു തന്നില്ല. അതൊക്കെ കാണുന്ന ബ്ലോക്കാണ്, വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാ ഇപ്പം കണ്ട ലോറി മറിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. തടിയും കൊണ്ട് വന്ന ലോറിയാണ്, അത് വീണ് കിടക്കുകയാണ് കേട്ടോ. അത് ഞങ്ങൾ കുറേ അവിടെ നിന്നൊക്കെ വീഡിയോ എടുത്ത് കുറേ കഴിഞ്ഞ് ബ്ലോക്ക് കിടന്ന് താഴെ എത്തിയപ്പോഴാണ് കേട്ടോ എന്താ പറയുക, ലോറി മറിഞ്ഞെടുക്കുന്നത് ഞാൻ കണ്ടത്, അത് വീഡിയോ എടുത്തത്. കാരണം ആ ബ്ലോക്ക് കിടന്നിട്ട് എന്ത് വീഡിയോ എടുക്കാനാന്ന് വിചാരിച്ചിട്ട് അവിടെ തളർന്നിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ രാവിലെ വന്ന ആൾക്കാർ ഞങ്ങൾ എന്താ പറയുക, വിശന്നിട്ട് വയ്യ, 2-3 മണിയായി. അത്രയും നേരം ചുരത്തിലെ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ചുരത്തിലെ ബ്ലോക്ക് എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ. ഈ ബ്ലോക്ക് കിടക്കുന്ന ഭയങ്കര ചടപ്പ് പിടിച്ച പരിപാടിയാണ് കേട്ടോ. ചുരത്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ആകെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ബ്ലോക്കാണ് മെയിൻ. പിന്നെ ലോറിയും അതുപോലെ ബസ് എന്തെങ്കിലും മറിഞ്ഞാണ് പിന്നെ നോക്കുകയും വേണ്ട. ഇത് തടി ലോറിയാണ് മറിഞ്ഞിട്ടുള്ളത്. ഇന്നലെ രാത്രി തൊട്ട് ബ്ലോക്ക് തുടങ്ങിയാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടു. പിന്നെ വിശന്നിട്ടാണ് കേട്ടോ ഞാൻ ഈ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നതെന്ന് നിങ്ങൾ കണ്ട് ഇതാകണ്ട. നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം പിടുത്തം വിട്ടു. കാരണം എല്ലാവർക്കും നല്ല വിശന്നു. പിന്നെ ചുരത്തിലായതുകൊണ്ട് അറിയാലോ, ആ താഴെ എത്താതെ ഒരു കട പോലും ഇല്ല. ഞങ്ങളാണെങ്കിൽ കയ്യിലൊരു ബേക്കറി പോലും വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് നല്ലപോലെ വിശന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ എന്താ പറയുക, വീഡിയോയിൽ ബ്ലോക്കുകൾ മുന്നിലും ബേക്കിലുള്ള എനിക്ക് കാണാൻ പറ്റുന്ന ബ്ലോക്കും വണ്ടീൻ്റെ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അത്രയും ബ്ലോക്കായിട്ട് എല്ലാവരും മെനക്കെട്ടിട്ടാണ് നിൽക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴയും. അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ താഴെ എത്തിപ്പെട്ടു കേട്ടോ. എത്തിയപ്പോൾ അടിവാരത്തുള്ള അവിടെ നിന്ന് ഞങ്ങൾ എന്താക്കി, വിശക്കണം, അത്യാവശ്യം എന്താ പറയുക എന്തെങ്കിലും ഒന്ന് കഴിച്ച് വിശപ്പടക്കാമല്ലോ എന്ന് വെച്ചിട്ട് അവിടെ നിന്ന് ഗ്രീൻ പീസും പിന്നെ കാടമുട്ടയും ചായയൊക്കെ കുടിച്ചു കേട്ടോ. കാരണം അത്രത്തോളം നല്ല വിശന്നിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വേഗം വിട്ടു, ബ്ലോക്കിൽ നിന്ന് കഴിച്ചില്ലായി. അങ്ങനെ ഞങ്ങൾ നേരെ കൊണ്ടോട്ടി എത്തി. അവിടെ നിന്ന് നല്ലൊരു ബ്രോസ്റ്റഡൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടോ. വിശന്നിട്ട് പോയി, അപ്പോൾ ചോറൊന്നും കിട്ടൂലല്ലോ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ബ്രോസ്റ്റഡ് വാങ്ങി അവിടെ വന്നിട്ട് നല്ലപോലെ കഴിക്കണം. വിശന്നിട്ട് അങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു. ചുരത്തുനിന്ന് ഇച്ചിരി കഴിച്ചുകൊണ്ട് ഒരു ആശ്വാസം കിട്ടിയിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ വന്നിട്ട് കയ്യും കാലൊക്കെ കഴുകി വന്നിട്ട് ബ്രോസ്റ്റിൻ്റെ മുന്നിലിരുന്ന് കഴിക്കുകയാണ്. എൻ്റെ കയ്പുണ്ട്, അതെന്താ ഒന്നും കാണാത്തോടത്തെ കയ്പാണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. അത്രത്തോളം വിശന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ കഴിച്ചതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളെ ചുരത്തിലൂടെയുള്ള യാത്ര കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.